തായ്ലാൻഡ് വന്ന് തന്നെ സ്നോർക്കലിംഗ് ചെയ്യാനാണ് കേട്ടോ. സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പോൾ ഡേ 3 നമ്മൾ അതിനാണ് പോണത്. വി ആർ എക്സൈറ്റഡ്. അപ്പോൾ രാവിലെ തന്നെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് ഒന്നും ശ്രദ്ധിക്കണില്ലെങ്കിൽ ആരും ഇവിടെ ചായയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുക്കറ്റിൽ നിന്ന് ബോട്ടിലൊക്കെ കയറിയിട്ട് ഫിഫി ഐലൻഡ്, മായാബേ, മങ്കി ഐലൻഡ് ഇതൊക്കെ കാണാൻ വേണ്ടി പോവാണ്. രാവിലെ 7 മണിക്ക് ഇറങ്ങിയാണ് കേട്ടോ. നല്ല കാറ്റാണ്. കാറ്റ് തട്ടുമ്പോൾ തന്നെ ഉറക്കമൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കുട്ടീനും കൊണ്ട് എങ്ങനെ യാത്ര ചെയ്യാന്ന്. യാരെ ഭയങ്കര കൂളാണ്. ഓക്ക് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ കൈമൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ തന്നെ പഴം, വെള്ളം എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ഐലൻഡായ മായാബേയിൽ കാല് കുത്തിയിരിക്കണം. എന്തൊരു ഭംഗിയുള്ള ഐലൻഡാലേ. പക്ഷെ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ കോറൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കണം. അതുകൊണ്ട് ഇവിടെ ബോട്ടിങ് പരിപാടികളൊന്നുമില്ല. കാണുക, വരിക, പോവുക, അത്രേ ഉള്ളൂ. എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുത്തെ വെള്ളം കണ്ടിട്ട് എനിക്ക് രോമാഞ്ച പുളകിതമായ ആകാശ നീല കളർ വെള്ളം, പിന്നെ അവിടുത്തെ മണലിൻ്റെ കളറൊക്കെ പ്യുവർ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആരൊക്കെ അവിടെ എൻജോയ് ചെയ്ത്. അപ്പോൾ മായാബിയിൽ വന്ന സ്ഥിതിക്ക് അവിടുന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ നെക്സ്റ്റ് ഐലൻഡിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ബോട്ടിലുള്ള ആൾക്കാർക്ക് ഭയങ്കര വൃത്തിയാണ്. കാലൊക്കെ കേകി വൃത്തിയാക്കിയിട്ടേ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് പഴവും വെള്ളമൊക്കെ കിട്ടും. പിന്നെ ഇവിടുത്തെ ഫേമസ് സാധനമാണ് ഈ ടെയിൽ ബോട്ട് കയറിയുള്ള ഫോട്ടോ. ഇതിനൊക്കെ വേറെ വേറെ പൈസയാണ് കേട്ടോ. ഒരാൾക്ക് 400 ബാത്ത്, ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി 2100 റുപ്യയായി. പക്ഷെ നമ്മളൊന്നും നോക്കിയില്ല, ഫോട്ടോസൊക്കെ എടുത്ത് കിടിലനായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ബീച്ചിലേക്ക് പോയി യാരനെ കുറച്ചേരം അതിൽ മുക്കി. യാരൊക്കെ ഭയങ്കര ഇഷ്ടമായി, യാരെ എൻജോയ് ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മളെ സ്നോർക്കലിങ്ങിൻ്റെ ടൈമായി. അപ്പോൾ ഫസിക്കാക്ക പറഞ്ഞു ആദ്യം ഞാൻ ഇറങ്ങാം, അത് കഴിഞ്ഞിട്ട് എനിക്ക് സമയം തരാം. അപ്പോൾ ഫസിക്കാക്ക അവിടെ കുറച്ചേരം കണ്ട് മീനിനെയും കോറൽസിനെയൊക്കെ കണ്ട് അതിൽ ലയിച്ച് പോയപ്പോൾ എൻ്റെ സമയം കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മളിതാ ലഞ്ചിൻ്റെ ടൈമായി. കിടിലൻ ലഞ്ച് കേട്ടോ അവിടെ ഉണ്ടായിന്, ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് എൻ്റെ സ്നോർക്കലിൻ്റെ ടൈം എത്തി. ഞാൻ നല്ല ഐലനെയും ചെറിയ കുഞ്ഞുമീനൊക്കെ കണ്ട് എൻ്റെ ജീവിതം സമ്പൂർണ്ണമായി. തിരിച്ചു വന്നപ്പോൾ യാരുണ്ട് സൺബാത്ത് കിടക്കണം. അപ്പം ഞാൻ ഓളെ അങ്ങോട്ട് മത്സ്യകന്യക ആക്കി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ഇനി അടുത്ത സൂ പോയ വിശേഷങ്ങളായിട്ട് വരാം. ബൈ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം.